നമസ്കാരം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്ന ഒരു ഫിഷ് പാക്കറ്റ്സിൻ്റെ റെസിപ്പിയാണ്. ഈ ഫിഷ് പാക്കറ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഫിഷ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇത് 1/2 കിലോ മോദയാണ്. ഇത് നമ്മൾ ഒരു പ്രഷർ കുക്കറിൽ ഇടുക. പ്രഷർ കുക്കറിൽ അല്ലെങ്കിൽ മൺചട്ടിയിൽ വേവിച്ച് എടുത്താലും മതി. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇത് ചേർക്കാം. അതായത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയും നന്നായിട്ട് ചതച്ച് വെച്ചേക്കുന്നതാണിത്. പിന്നെ ഒരു കൊടംപുളിയുടെ പീസ് ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ചതച്ചത് അതും ചേർത്തു. ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം. അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർക്കണം. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് പ്രഷർ കുക്കറിൽ ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. മീനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങും. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുള്ളെല്ലാം മാറ്റി വെള്ളം പറ്റിച്ച് ആ ദശയും കൂടി ഇട്ട് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതാ നമ്മുടെ മീൻ വെന്തിരിക്കുന്നുണ്ട്. ഒരു 2 വിസിൽ അടുപ്പിച്ചു ഞാൻ. നമ്മൾ വെള്ളമൊന്നും ചേർത്തില്ല. അല്ലാതെ തന്നെ മീനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമുണ്ട്. നമുക്കിനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനിൻ്റെ മുള്ളും മാറ്റിയിട്ട് ഈ വെള്ളം ഊറ്റിയെടുത്തിട്ട് ഈ മീനിൻ്റെ മുള്ളും മാറ്റിയെടുക്കാം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തു. എന്നിട്ട് നമുക്ക് ഈ സവോളയൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് പൊടി ചേർക്കണം. തക്കാളിയും ചേർക്കാം കുറച്ച്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അതുപോലെ കുറച്ച് ഉപ്പും ചേർക്കാം. ഇത് സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി എല്ലാം ചേർത്ത് വഴറ്റി വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തു. നമുക്കിനി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചതച്ച് ഉപ്പും ഒരു കഷ്ണം കൊടംപുളി എല്ലാം ചേർത്ത് മീൻ വേവിച്ച് വെച്ചേക്കുന്നതാണ്. നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഈ മീൻ വെന്ത വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് തന്നെ ചേർക്കാം. നമുക്കിനി ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് നാരങ്ങാനീരാണ്. ഒരു നാരങ്ങയുടെ നാരങ്ങാനീരാണ്. ഇതും ചേർത്ത് കൊടുക്കാം. നമ്മൾ കൊടംപുളി ചേർത്ത് വേവിച്ചതാണ് മീൻ. എങ്കിലും കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാനീര് ചേർത്ത് കൊടുത്തത്. ഏകദേശം ഇത് വെള്ളമൊക്കെ വലിഞ്ഞ് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കുറച്ച് സോയാബീൻ സോസും ചേർക്കാം. അധികം വേണ്ട, ഏകദേശം ഒരു ടേബിൾ സ്പൂണൊക്കെ മതി. സോയാ സോസും അധികം വേണ്ട. ഇത് ഡാർക്ക് സോയാ സോസാണ്. ഇതൊരു ഏകദേശം ഒരു ടീസ്പൂണൊക്കെ മതി. ഈ ചൂടുകൊണ്ട് ഇരുന്ന് കുറച്ചും കൂടി ഒന്ന് വെള്ളം വലിഞ്ഞു കിട്ടും നമുക്ക്. ഇത് 1 കപ്പ് മൈദ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതിൽ നമുക്കൊരു പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് മൈദയിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർക്കാം. ഇനി നമുക്ക് മീൻ വേവിക്കാൻ വെച്ചേക്കുന്ന ആ വെള്ളം ചേർത്ത് നമുക്ക് പാകമുള്ളൊരു കൂട്ട് റെഡിയാക്കണം. എന്നിട്ട് അത് വെച്ച് പാൻ കേക്ക് ഉണ്ടാക്കണം. മൈദ, മുട്ട, ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നമ്മൾ ഈ പാൻ കേക്കിനുള്ള മിക്സ് റെഡിയാക്കി. നമ്മളിനി ഒരേ കനം കുറച്ച് പാൻ കേക്ക് ഇങ്ങനെ റെഡിയാക്കി വെക്കണം. ഇതൊന്ന് വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഇത് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. നമുക്ക് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് അടിക്കാം. ഈ ഫിഷ് പാക്കറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ റെഡിയാക്കി ഈ പാൻ കേക്കിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഫിഷ് ഫില്ലിങ് വെച്ചിട്ട് ഇത് കണ്ടോ, ഇതിങ്ങനെയൊന്ന് മടക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി മൈദ കുറുക്കിയത് വെച്ചിട്ടൊന്ന് ഒട്ടിക്കാം, വിട്ടുപോകുന്ന ഡൗട്ടുണ്ടെങ്കിൽ. എന്നിട്ട് നമുക്കൊന്ന് മുട്ടയിൽ ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഈ റൊട്ടിപ്പൊടിയിലും കൂടി ഇട്ട് ഇങ്ങനെയൊന്ന് ഉരുട്ടിയെടുക്കണം.
ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയ ഈ ഫിഷ് ഫില്ലിങ്ങും അതുപോലെ ഈ പാൻ കേക്കും തീരുന്നിടം വരെ നമ്മൾ ഇങ്ങനെ ഫിഷ് പാക്കറ്റ്സ് റെഡിയാക്കാം. നമ്മൾ ഫിഷ് പാക്കറ്റ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ റൊട്ടിപ്പൊടിയിലിട്ട് ഉരുട്ടി ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായ തിളച്ച എണ്ണയിലിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഒട്ടും എണ്ണയില്ലാതെ എണ്ണ കളഞ്ഞ് നമുക്ക് ഓരോന്നും ഇതുപോലെ വറുത്ത് കോരാം.